ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് കോട്ടായിട്ട് ജെസ്സോ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ജെസ്സോ ആണ്, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ബേബി പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ 1 സ്പൂൺ വൈറ്റ് ആക്രിലിക് പെയിൻറ്റും 1 സ്പൂൺ ഫെവിക്കോളും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും കേട്ടോ ജെസ്സോ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ ജെസ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇത് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ ഒരു കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കോട്ട് ജെസ്സോ അടിച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് ബോട്ടിലിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം അത് പീലായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിതുപോലെ ഫസ്റ്റ് കോട്ടായിട്ട് ജെസ്സോ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ജെസ്സൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് കളറ് ആക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 കോട്ട് പെയിൻറ്റാണ് നമ്മൾ ബോട്ടിൽ അടിച്ചു കൊടുത്തത്. ആദ്യം ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തു. അതിനുശേഷം ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ച് നമ്മൾ ബോട്ടിൽ നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബോട്ടിൽ വരച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു ഇമേജ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോയിട്ട് കപ്പിൾ ഷേഡോ ഇമേജസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കുറേ ഇമേജുകൾ നമുക്ക് കിട്ടും. അതിലേതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളത് ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ട്രേസിങ് ഷീറ്റ് എടുത്തിട്ട് ഫോണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഷാർപ്പൺ ചെയ്തിട്ടുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ട്രേസിങ് ഷീറ്റ് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. 5 രൂപ താഴെയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാനുള്ള കാരണം ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ ഇമേജ് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇമേജ് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു വൈറ്റ് പേപ്പറും അതുപോലെ ഒരു കാർബൺ പേപ്പറാണ്. കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു പിക്ചറിനെ വൈറ്റ് പേപ്പറിലേക്ക് വീണ്ടും ട്രേസ് ചെയ്തെടുക്കുക. ഇമേജ് മൊത്തമായിട്ട് ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അതും കൂടി ഇമേജിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഈ ഇമേജിനെ ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് പേപ്പർ പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ 4 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാൻ ബ്ലാക്ക് കളറ് ഒരു ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 ബീഡ്സും കൂടി ഹാങ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ ത്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ 2 എൻഡിലായിട്ട് ഇതുപോലെ 2 ബീഡ്സ് കോർത്തെടുക്കണം. അങ്ങനെ നമ്മൾ 2 എൻഡിലും ബീഡ്സൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കണം.
അങ്ങനെ നമ്മൾ ബീഡ്സൊക്കെ ഹാങ് ചെയ്തെടുത്തു. ഇനി ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റോൺസും കൂടി ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.